Hi friends, welcome back to iFor Smart Kitchen. ഞാൻ ഇന്ന് ഇവിടെ ഒരു അച്ചാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോളിമാസ് അടിപൊളി മാംഗോ അച്ചാർ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 2 മാങ്ങ അത് സ്കിൻ റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ 10 മണിക്കൂർ മൂടി വെക്കണം. ഏകദേശം 10 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തുറന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കായപ്പൊടിയും മിക്സ് ചെയ്തത് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം താളിച്ചെടുക്കാം. താളിക്കാൻ വേണ്ടി ഞാൻ 1/4 കപ്പ് സെസമെ ഓയിൽ, അതായത് നല്ലെണ്ണ, ഒരു 20 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുക്കണം. പാത്രം ഒന്ന് ചൂടായാൽ ഇതിലേക്ക് എടുത്തു വെച്ച ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടി തുടങ്ങിയാൽ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇത് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനെ അച്ചാർ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സർവിങ് ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാർ റെസിപ്പിയാണ്. പാർട്ടികളിലെല്ലാം സർവ് ചെയ്യാൻ പറ്റിയൊരു ഈസിയായ റെസിപ്പിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.